നമസ്കാരം. ഇന്നത്തെ ഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 16. ഇന്ന് ദേശീയ പത്രദിനമാണ്. മാപ്രാകളെന്ന് കേരളത്തിൽ പരിഹസിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ലോകമെങ്ങും മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും നേരിടുന്ന പരിഹാസത്തിന്റെ ചെറിയ ഉദാഹരണം മാത്രമാണ്. യുദ്ധം തകർത്തെറിഞ്ഞ ഗാസയിലും ഇസ്രയേൽ പ്രാന്തങ്ങളിലും മാധ്യമപ്രവർത്തകരും അവരുടെ കുടുംബങ്ങളും വേട്ടയാടപ്പെടുന്ന ഞെട്ടിക്കുന്ന കാഴ്ചകൾക്കിടെയാണ് ഇന്ത്യ ഇന്ന് ദേശീയ പത്രദിനം ആഘോഷിക്കുന്നത്. ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെ വിലങ്ങിട്ട് തളയ്ക്കുമ്പോൾ അതിനെതിരെ ഉയരേണ്ട കൂട്ടായ ശബ്ദത്തിന്റെ ഉറവിടമെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ സ്ഥാപനമാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെ വിലങ്ങിട്ട് തളയ്ക്കുമ്പോൾ അതിനെതിരെ ഉയരേണ്ട കൂട്ടായ ശബ്ദത്തിന്റെ ഉറവിടമെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സ്വതന്ത്ര സ്ഥാപനമാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. 1966 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മ പുതുക്കലാണ് ദേശീയ പത്രദിനം കൊണ്ട് അർത്ഥമാക്കുന്നത്. 1978 പാർലമെന്റ് പാസാക്കിയ പ്രസ് കൗൺസിൽ ആക്ട് അനുസരിച്ചാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. എല്ലാ വർഷവും നവംബർ 16 അന്താരാഷ്ട്ര സഹിഷ്ണുതാ ദിനമായും ആചരിക്കുന്നുണ്ട്. അസഹിഷ്ണുതയുടെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് UN അന്താരാഷ്ട്ര സഹിഷ്ണുതാ ദിനം പ്രഖ്യാപിച്ചത്. അസഹിഷ്ണുതയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന നെഗറ്റിവിറ്റിയെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാണെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചതോടെയാണ് ഇങ്ങനെ ഒരു ദിനാചരണം എന്ന ആശയം ഉടലെടുത്തത്. തുടർന്ന് പൊതുസമൂഹത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സഹിഷ്ണുത സമൂഹത്തിന്റെ മുഖ്യ ഘടകമായി പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് UN ജനറൽ അസംബ്ലി ഈ ദിനാചരണം നടപ്പിലാക്കിയത്. സമൂഹത്തിൽ നിലവിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ സഹിഷ്ണുതയുടെ പ്രാധാന്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സഹിഷ്ണുത ഒരു മനുഷ്യാവകാശമാണെന്ന വസ്തുത പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര സഹിഷ്ണുതാ ദിനം തുറന്ന മനസ്സിനെയും തുറന്ന കേൾവിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. അഹിംസയും സഹിഷ്ണുതയും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ താക്കോലാണ്. സംസ്കാരങ്ങളിലെ വൈവിധ്യം അംഗീകരിക്കുകയും എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളിലും വംശങ്ങളിലും വിശ്വാസങ്ങളിലും ആശയങ്ങളിലും ഉള്ള സൗന്ദര്യത്തെ വിലമതിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും മാനിക്കുക, അസഹിഷ്ണുതയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക എന്നതൊക്കെയാണ് ഈ ദിനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. ഇന്നത്തെ ഡേ സ്പെഷ്യൽ പൂർണ്ണമാവുന്നു. നന്ദി.